തമിഴ്നാട്ടിലെ തിരുവള്ളൂരുള്ള മയിലാടുംതുരയിലുള്ള തെൻപാതൈ സെക്കൻഡ് സ്ട്രീറ്റിലാണ് 52 വയസ്സുള്ള ആനന്ദ് ജ്യോതി എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. സീർഗഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സ്കൂളിലെ ഹെഡ് മാഷ് ആയിരുന്നു ആള്. ആളുടെ വീട്ടിൽ ആളെ കൂടാതെ ആളുടെ ഭാര്യയും ബാക്കി 2 മക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും. ചിത്ര എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. 49 വയസ്സായിരുന്നു അവരുടെ പ്രായം. സുരേഷ് എന്നായിരുന്നു അവരുടെ മകന്റെ പേര്. 26 വയസ്സായിരുന്നു ആ പയ്യന്റെ പ്രായം. സ്വാതി എന്നായിരുന്നു അവരുടെ മകളുടെ പേര്. 20 വയസ്സായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പ്രായം. സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി അവരുടെ ഫാമിലിയിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ആള് സ്കൂളിലെ ഹെഡ് മാഷ് ആയതുകൊണ്ട് തന്നെ വീട്ടിലും നല്ല ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആള്. ഈ ഒരു ചിത്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നും രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ അവർ എഴുന്നേക്കും. അതിനുശേഷം കുളിച്ച് ഫ്രഷായി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ അവർ കോലം വരക്കും. അതിനുശേഷം കുക്കിങ്ങും പരിപാടി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അവർ കിടക്കും. അതായിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. ആ ഒരു ടൈമിലൊന്നും വീട്ടിലുള്ള ബാക്കിയുള്ള 3 പേര് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമായിരിക്കും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 18, 2020 വീടിന്റെ ഫ്രണ്ടിൽ എന്തോ ഒച്ചയും ബഹളവും കേട്ടിട്ടാണ് ഈ ഒരു ആനന്ദ് ജ്യോതി എഴുന്നേൽക്കുന്നത്. അതിരാവിലെ ആയിരുന്നു കേട്ടോ ഈ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ആൾ നേരെ തന്നെ ഇങ്ങനെ ഡോർ തുറക്കാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് 2 മക്കളും എഴുന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് നൈബേഴ്സ് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ. അപ്പോൾ തൻ്റെ ഭാര്യ എവിടെയെന്നുള്ളതായിരുന്നു ആൾ അടുത്തതായിട്ട് നോക്കിയത്. അപ്പോൾ വൈഫ് എവിടെയെന്നുള്ളത് ആള് വീടിൻ്റെ അകത്തോട്ടും നോക്കി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നൈബേഴ്സ് കുറച്ചങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നത്. അപ്പോഴാണ് അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച ആനന്ദ് ജ്യോതിയും മക്കളും കാണുന്നത്. ചിത്ര നടു റോട്ടിൽ ബ്ലഡിൽ കുളിച്ച് ചേതനേറ്റ് കിടക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു അത്. ഉടനെ തന്നെ ഇയാൾ ഓടിച്ചെന്നിങ്ങേറ്റ് വൈഫിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവർ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച ആ ചിത്രക്ക് എന്താണ് സംഭവിച്ചത്? അതുപോലെ തന്നെ അവരെ അത്ര ക്രൂരമായിട്ട് ആരാണ് കൊലപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരെ അത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? അപ്പോൾ പോലീസുകാരെങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നടന്നതറിഞ്ഞ ഉടനെ തന്നെ നൈബേഴ്സിലെ ചിലർ നേരെ മയിലാടുംതുര പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അവിടുന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അവർ നോക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ഒരു ക്രൈം സീനൊക്കെ അവർ സെക്യൂർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ആരംഭിച്ചു. അവർ ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത് ചിത്രയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടുകാർക്ക് എന്തെങ്കിലും ഈ ഒരു മർഡറുമായിട്ട് പങ്കുണ്ടോ എന്നുള്ളൊരു ആംഗിളിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ ഇത്തരത്തിലുള്ള ക്രൈമും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വീട്ടിലുള്ള ഹസ്ബൻഡിനോ അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്കോ ഇതിൽ പങ്കുള്ളതായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളും മറ്റും കൂടുതലാണ് ഇന്നത്തെ ഒരു സമയത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈ ഒരു ആനന്ദ് ജ്യോതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആളെ ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെ ആളുടെ 2 മക്കളെയും ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഇതുമായിട്ട് ഡയറക്റ്റ് ഒരു ലിങ്ക് ഉള്ളതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവരാകപ്പാടെ എല്ലാവരും വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് പോലും ഒന്ന് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല അവരുടെ മൈൻഡിൽ. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അവർ അപ്പോൾ ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് പോലീസുകാർ ചിത്രയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണ്. സസ്പീഷ്യസ് ആയിട്ടുള്ള യാതൊരു കോളുകളും ആ ഒരു ഫോണിലോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു ഫോണിൽ നിന്ന് പോയിട്ടും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് മാത്രമേ ആ ഒരു സ്ത്രീ ഫോൺ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ തൻ്റെ റിലേറ്റീവ്സിനെ വിളിക്കുന്നതിനും വളരെ അടുത്തുള്ള 1-2 സുഹൃത്തുക്കളെ വിളിക്കുന്നതിനും, അതും റെഗുലറായിട്ടൊന്നും വിളിക്കാറില്ല. അപ്പോൾ അധികം ഫോണൊന്നും യൂസ് ചെയ്യാത്ത കൂട്ടത്തിലായിരുന്നു ചിത്ര ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് ചിത്രയ്ക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസുകാർ അന്വേഷിച്ചത്. എന്നാൽ ചിത്രയുടെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീടും അവരുടെ ഹസ്ബൻഡും അവരുടെ മക്കളും ആയിരുന്നു. അല്ലാതെ വേറെ പുറത്ത് ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും ചിത്ര പോവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഈ ഒരു ആനന്ദ് ജ്യോതിക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ ആ ഒരു സ്കൂൾ ഹെഡ് മാഷ് ആയിട്ടുള്ള ആൾക്ക് യാതൊരു ശത്രുക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. ആൾക്ക് അങ്ങനെയുള്ള ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ വെളുപ്പിനൊരു 4-4:30 ടൈമിൽ ചിത്ര ഇതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോലം വരക്കാണ്. അപ്പോഴാണ് മുഖം മനസ്സിലാവാത്ത ഒരാൾ അവർ കോലം വരക്കുമ്പോൾ അവരുടെ ബാക്കിൽ നിന്ന് ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് ഇങ്ങേറ്റ് പെട്ടെന്നുകൊണ്ട് തന്നെ വരുന്നതും അവരുടെ തലക്കൊരു അടി അടിക്കുന്നതും. ആ ഒരു അടിയേറ്റിട്ട് അവർ ചെരിഞ്ഞു വീണു. അതിനുശേഷം ആൾ നിർത്തിയില്ല. വീണ്ടും അവരുടെ തലയിലും വയറ്റത്തൊക്കെ ആ ഒരു ഇരുമ്പ് വടി കൊണ്ട് പലതവണ ആൾ അടിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു.
ഈ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ ചിത്രയുടെ വീട്ടുകാരെയും മറ്റൊക്കെ പോലീസുകാർ കാണിച്ചു കൊടുത്തു. ആ ഒരു വീഡിയോയിലുള്ളത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. എന്നാൽ അത് ആരാണെന്നുള്ളത് അവർക്കൊന്നും തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസുകാർ നോക്കുമ്പോൾ ഏകദേശം ഒരു 30കളിലാണ് ആള്, അതായത് ഒരു ഏർലി 30s ആളുള്ളത് എന്നുള്ളത് ആളുടെ ഒരു ശരീരഭാഷ കൊണ്ട് പോലീസിനൊരു അസംഷൻ കിട്ടുകയാണ്. അപ്പോൾ ആളും ചിത്രയും തമ്മിൽ എന്ത് ബന്ധമെന്നായി പോലീസുകാർ അടുത്തതായിട്ട് ചിന്തിച്ചത്. എന്തിനാണ് അയാൾ ഇത്ര ക്രൂരമായിട്ട് ഈ ഒരു സ്ത്രീയെ കൊല്ലണം? അങ്ങനെ പോലീസുകാരിങ്ങനെ നോക്കുമ്പോഴാണ് അവർ വേറൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. അതായത് ചിത്രയുടെ വീടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 നില വീടാണ്. അതിൽ താഴത്തെ ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ചിത്രയും ഫാമിലിയും താമസിച്ചിരുന്നത്. മുകളിലത്തെ ഫ്ലോർ വാടക കൊടുത്തേക്കായിരുന്നു. ബൃന്ദ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കായിരുന്നു വാടക കൊടുത്തിട്ടുണ്ടായിരുന്നത്. 27 വയസ്സായിരുന്നു അവരുടെ പ്രായം. അവരും അവരുടെ 3 വയസ്സുള്ള കുട്ടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവരുടെ ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആള് ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരും. അല്ലാത്ത സമയത്തൊക്കെ അവരും കുഞ്ഞും തനിച്ചായിരുന്നു ആ ഒരു വീട്ടിലുണ്ടായിരുന്നത്. ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചപ്പോൾ പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നാണ്. പോലീസുകാർ നേരെ ബൃന്ദയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്ന് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, തലേദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചു. അവർ അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. എന്നാൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവരെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നതായിട്ട് പോലീസിന് തോന്നുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരെന്തൊക്കെയോ പതറുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് തോന്നുകയാണ്. അങ്ങനെ ബൃന്ദ അറിയാതെ ബൃന്ദയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് അവർ തൻ്റെ ഹസ്ബൻഡിനെയാണ് ഏറ്റവും കൂടുതൽ നേരം വിളിക്കുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. എന്നാൽ പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ ഹസ്ബൻഡിനെ മാത്രമല്ല, അതേപോലെ തന്നെ വേറൊരാളെ കൂടെ അവർ സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതായിട്ടും പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു നമ്പർ പോലീസുകാർ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ ഏരിയയിൽ ആ നമ്പർ ആക്റ്റീവ് ആയിരുന്നു. സോ അയാളാണോ ഈ ഒരു കൊലപാതകി എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. ഇതിൻ്റെ പാരലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീർഗഴിയിലുള്ള വില്ലേജ് ഓഫീസിലോട്ട് ഒരാൾ വരികയാണ്. ഒരു 29 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനായിരുന്നു അങ്ങോട്ട് എത്തിയത്. വില്ലേജ് ഓഫീസറുടെ അടുത്ത് ആ ഒരു പയ്യനൊരു കാര്യം പറയുകയുണ്ടായി. താനൊരു കൊലപാതകം ചെയ്തു എന്നുള്ളൊരു കൺഫഷൻ ആയിരുന്നു ആ പയ്യൻ അവിടെ നടത്തിയത്. സയ്യിദ് റിയാസുദ്ദീൻ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. ഉടനെ തന്നെ വില്ലേജ് ഓഫീസർ പോലീസുകാരെയും മറ്റും വിവരം അറിയിക്കുകയാണ്. അങ്ങനെ ആ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു സയ്യിദ് റിയാസുദ്ദീനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ആളുടെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബൃന്ദയെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇവർ രണ്ടുപേരെയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. സീർഗഴിയിലുള്ള സേത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ബൃന്ദയുടെ വീടുണ്ടായിരുന്നത്. ഒരു 2014 ടൈമിൽ ബൃന്ദ ഒരു കമ്പ്യൂട്ടർ കോഴ്സും മറ്റൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ആ ഒരു സയ്യിദ് റിയാസുദ്ദീനെ പരിചയപ്പെടുന്നത്. ആളും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. പിന്നീട് ആ ഒരു പരിചയം നല്ലൊരു സൗഹൃദമായിട്ട് മാറുകയാണ്. പിന്നീട് ആ ഒരു സൗഹൃദം ഒരു പ്രണയബന്ധമായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും അവരുടെ ആ ഒരു പ്രണയം 2 വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. കാരണം രണ്ടുപേരും 2 മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ പ്രണയം വളരെ രഹസ്യമായിട്ട് കീപ്പ് ചെയ്ത് പോരുന്നതിൻ്റെ ഇടയിലാണ് ബൃന്ദയുടെ വീട്ടിൽ വിവാഹാലോചനകളും മറ്റുമൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ വീട്ടുകാരിങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുന്നതിൻ്റെ ഇടയിലാണ് സെൽവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വിവാഹാലോചന വരുന്നത്. അപ്പോൾ ബൃന്ദയുടെ വീട്ടുകാർക്കും എന്താ പറയുക, ആ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു. ആ ഒരു പയ്യനും പയ്യൻ്റെ വീട്ടുകാർക്കും ബൃന്ദയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു വിവാഹം നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൃന്ദക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രണയത്തിനെ കുറിച്ച് ഇങ്ങേറ്റ് വീട്ടിൽ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. വേറെ മതവും കാര്യങ്ങളൊക്കെയാണ്, എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് ആൾ പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവായിരുന്നു. ആ ഒരു വിവാഹബന്ധത്തിൽ ആൾക്ക് ഒരു കുഞ്ഞും പിറക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സെൽവകുമാർ സിംഗപ്പൂരോട്ട് വീണ്ടും തിരിച്ചു പോവാണ് ജോലിയുടെ ആവശ്യത്തിന്. ആൾ ഇടയ്ക്കിടയ്ക്ക് ലീവിനും മറ്റുമൊക്കെ നാട്ടിലോട്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞ് പിറക്കുകയാണ്. അതിനുശേഷമുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആ ഒരു കുഞ്ഞും അതേപോലെ തന്നെ ഈ ഒരു ബൃന്ദയും ഒറ്റയ്ക്കായിരുന്നു. ഇടയ്ക്ക് ഇയാൾ ലീവിന് വരുന്ന ടൈമിൽ മാത്രമേ ആളുണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സയ്യിദ് റിയാസുദ്ദീൻ അറിയുന്നുണ്ടായിരുന്നു. ആൾ നോക്കുമ്പോൾ ബൃന്ദയും കുഞ്ഞും വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം ആൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വീണ്ടും ആൾ ബൃന്ദയെ കോൺടാക്റ്റ് ചെയ്യാണ്. ആദ്യം ടെക്സ്റ്റ് ചെയ്തു, പിന്നീട് ആ ടെക്സ്റ്റ് കോളായി മാറി, പിന്നീട് അതൊരു വീഡിയോ കോളായിട്ട് മാറുകയാണ്. അതിനുശേഷം അവർ വീണ്ടും പരസ്പരം മീറ്റ് ചെയ്യാനും മറ്റുമൊക്കെ തുടങ്ങുകയാണ്.
ആദ്യമൊക്കെ വീടിൻ്റെ പുറത്തും മറ്റു പല സ്ഥലങ്ങളിലും വളരെ രഹസ്യമായിട്ടായിരുന്നു ഇവർ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ പതിയെ പതിയെ ബൃന്ദയുടെ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ, അതായത് ആ ഒരു സ്ത്രീയുടെ കൂടെ പിന്നെ ആകെ 3 വയസ്സുള്ള കുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് ആ ഒരു വീട്ടിലോട്ട് ആ പയ്യൻ വരാനായിട്ട് തുടങ്ങുകയായിരുന്നു. എന്നാൽ താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ചിത്ര സ്ഥിരമായിട്ട് ആ ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത് നോട്ട് ചെയ്യാണ്. അതായത് ഹസ്ബൻഡും മക്കളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിത്ര ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഇടയ്ക്ക് ആൾ വരുന്നതും പോകുന്നതൊക്കെ അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആദ്യ ടൈമിൽ അവർ വിചാരിച്ചിരുന്നത് ആ ബൃന്ദയുടെ വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ നോക്കുന്ന ടൈമിൽ വളരെ രഹസ്യ സ്വഭാവത്തോട് കൂടിയിട്ടാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത്. അതായത് ആ ഒരു പയ്യൻ വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോർ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ ആരും അറിയാതെ ആ ഒരു പയ്യൻ ഇറങ്ങി പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചിത്രയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. എന്നാൽ ഈ ഒരു സംശയം അവരുടെ ഉള്ളിൽ സംശയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ ചിന്തിച്ചില്ല. എന്നാൽ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞപ്പോൾ ആ ഒരു സംശയം കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. പാതിരാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ ഒരു പയ്യൻ ആ ഒരു വീട്ടിലോട്ട് വരുന്നത് പതിവായിരുന്നു. ആ ഒരു വിവരം ഇവരും ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നൈബേഴ്സ് ചിലർ നോട്ട് ചെയ്തിട്ട് അവർ ചിത്രയുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുകയായിരുന്നു. നിങ്ങളുടെ മുകളിൽ താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിലോട്ട് രാത്രി സമയങ്ങളിൽ ആരൊക്കെയോ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം അവർ പറയുകയായിരുന്നു. അങ്ങനെ ബൃന്ദയുടെ അടുത്തോട്ട് പോയിട്ട് ചിത്ര ആ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയായിരുന്നു. ആരാണ് ആ ഒരു പയ്യൻ, എന്തിനാണ് ആ ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്, പച്ച പാതിരാത്രിയൊക്കെ ആ ഒരു പയ്യനെ എന്താണ് നിന്റെ വീട്ടിലെ കാര്യം, നിനക്ക് ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ബൃന്ദ പറഞ്ഞു, ഇതിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾക്ക് വാടകയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പം ഇന്ന് വെറുതെ വിടുക എന്നുള്ള രീതിയിലായിരുന്നു ബൃന്ദ ഇവരുടെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ കൂടെ കേട്ട് ദേഷ്യം വന്ന് ചിത്ര പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ താമസിക്കേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് കാലിയാക്കിക്കോ, വേറെ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും താൻ സമ്മതിക്കില്ല എന്നുള്ളത് അവർ തീർത്ത് പറയുകയാണ്. അതിനുശേഷം ഈ ഒരു സയ്യിദ് റിയാസുദ്ദീൻ വരുന്ന സമയത്ത് അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു ചിത്ര ചീത്ത പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. ഇനി ഇങ്ങോട്ട് വരരുത്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധത്തിൽ ചിത്ര ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ബൃന്ദ ചിന്തിച്ചു, എന്ത് പറയും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത്, എന്ത് പറയും വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം. പെട്ടെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയും ഞാൻ വന്നിട്ട് വീഡിയോ ചെയ്യാന്നുള്ളത്. ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആളറിയും, അത് ആകപ്പാട് ഇഷ്യൂ ആവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവണം, ഇതോ ആരും അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം എന്നുള്ളത് മാത്രമായി പിന്നെ ബൃന്ദയുടെ ചിന്ത. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അവസാനം അവരൊരു കൺക്ലൂഷനിലോട്ട് എത്തുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ചിത്രനെ ഒഴിവാക്കിയാൽ മതി. ചിത്രയുടെ ഒരു റൊട്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോലം വരയ്ക്കുന്നുണ്ടാവും. ആ സമയത്ത് റോട്ടിലൊന്നും ആരും ഉണ്ടാവില്ല, ചുറ്റുള്ള ആരും തന്നെ അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ അവരെ ഇല്ലാതാക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ അവരെ കൊലപ്പെടുത്താമെന്നുള്ള ഒരു പ്ലാനിലോട്ട് ബൃന്ദ എത്തുകയാണ്. സയ്യിദ് റിയാസുദ്ദീൻ്റെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞു. അവസാനം ആ ഒരു പയ്യൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ 17, 2020 ഇവർ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച പ്രകാരം ആ ഒരു പയ്യൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം എന്തൊക്കെയോ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അന്ന് പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് സെപ്റ്റംബർ 18 ഈ ഒരു സ്ത്രീ വീടിൻ്റെ മുന്നിൽ കോലം വരയ്ക്കാനായിട്ട് വരുന്നതിനും കുറേ മുന്നേ തന്നെ ഈ ഒരു റിയാസുദ്ദീന് അവിടെ കുറച്ച് മാറിയിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നേരെ തന്നെ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് അതിനുശേഷം എന്താ പറയുക, കോലം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിങ്ങനെ ഇങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ബാക്കിൽ നിന്ന് വന്നിട്ടായിരുന്നു ഇയാൾ ആദ്യം തന്നെ ആ ഒരു ഇരുമ്പോടി എടുത്ത് തലക്കൊരു അടി കൊടുത്തത്. ആ ഒരു അടിയേറ്റിട്ട് അവർ ചെരിഞ്ഞു വീണു. അവർ വീണിങ്ങേറ്റ് മുഖത്തോട്ട് നോക്കിയപ്പോൾ ഈ ഒരു സയ്യിദ് റിയാസുദ്ദീൻ്റെ മുഖം കണ്ടു. അപ്പോൾ സയ്യിദ് റിയാസുദ്ദീന് മനസ്സിലായി തന്നെ എന്തായാലും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഇവരെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ എന്തായാലും പിടിക്കപ്പെടും എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആൾ വീണ്ടും ആ ഒരു വടി ഉപയോഗിച്ച്, അതായത് ആ ഒരു ഇരുമ്പോടി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തലയിലും വയറ്റിലും ഒക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവിടെ അടുത്തുള്ളൊരു ആറ്റിൽ ആ ഒരു ഇരുമ്പോടി ആൾ കളയുകയായിരുന്നു. അതിനുശേഷം ബ്ലഡ് ആയ തൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ആൾ ബൃന്ദയുടെ വീട്ടിലോട്ട് വീണ്ടും വരികയാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതെല്ലാം തന്നെ ആൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു. എന്നാൽ അതിനുശേഷം പോലീസുകാർ നേരെ ബൃന്ദയുടെ അടുത്തോട്ട് എത്തുകയാണ്. ബൃന്ദയുടെ അടുത്തോട്ട് പോലീസുകാർ എത്തിയ ഉടനെ തന്നെ ആൾക്ക് മനസ്സിലായി എന്തായാലും താൻ പിടിക്കപ്പെടും എന്നുള്ളത്. അങ്ങനെയാണ് പോലീസിൽ കീഴടങ്ങാനായിട്ട് ആൾ തീരുമാനിക്കുന്നതും നേരെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും ആൾ എന്താ പറയുക, ഇയാളെ പിടിച്ചെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും
അന്വേഷിക്കുന്നതും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസിന് മനസ്സിലാകുന്നതും. എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇവർ രണ്ടുപേരും ജയിലിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.